ഹലോ ഗായ്സ്, ഞാൻ ഓരോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ലോക്കി ക്രാഫ്റ്റ് 5 ആയിട്ടാണ് ഗൈസ്. യെസ്. അപ്പം നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലായി കാണും. ഇതാണ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം. പിന്നെ നമുക്ക് ഇന്നെന്താ പ്ലാനെന്നും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്തും പറയണം. സാധനം നമ്മൾ പ്ലാനായിട്ടൊന്നും അല്ല പോകുന്നത്. കിട്ടുന്ന ഒരു കണ്ടൻറ്റ് വെച്ചങ്ങ് ചെയ്യും. അപ്പം പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. ഇന്ന് കുറച്ച് മൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. മൈനിങ് എന്ന് വെച്ചാൽ അതായത് കുറച്ച് സ്റ്റോണും കാര്യങ്ങളൊക്കെ വേണം ഗൈസ്. അപ്പം അതൊക്കെ ഒന്ന് എടുക്കാൻ പോകണം. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് ലൈഫില്ല ഗൈസ്. ഒന്നും കാരണം ഈ ഗെയിമിൻ്റെ പ്രത്യേകതയാണ് ഗൈസ്, ലൈഫ് മുഖ്യമാണ് ഗൈസ്. യെസ്. ഇപ്പം സ്റ്റോൺ സോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ ഗൈസ്. കണ്ടോ, സ്റ്റോണിൻ്റെ സോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയത്. അതൊന്നും വലിയ കാര്യമല്ല, എന്നാലും നമുക്കത് വലിയ കാര്യമാണ് ഗൈസ്. കാരണം നമുക്ക് വന്നപ്പോൾ ഒരു ഉണ്ടയില്ലായിരുന്നു. അല്ല, ഗെയിമിൽ കയറുമ്പോൾ ആക്കും ഒന്നുമില്ല കയ്യിൽ. അപ്പം അങ്ങനത്തെ പരിപാടി ഗൈസ്. ഇന്ന് നമുക്ക് പ്ലാൻ. അയ്യോ എൻ്റെ അമ്മോ, ക്രീപ്പർ! എൻ്റെ പൊന്നോ, ഓടിക്കോ ഗൈസ്. എൻ്റെ പള്ളി ഓടിക്കോ. ആ ക്രീപ്പർ അവിടെ നിന്ന് ഇവിടെ തിരിച്ച് നമ്മുടെ വീട് മൊത്തം പോകും ഗൈസ്. എൻ്റെ ഗൈസ് കൊച്ചുകളാണെന്ന് ഇപ്പോൾ ഉണ്ട്. എൻ്റെ പൊന്നോ, എൻ്റെ അടുത്തൂടെ ഓടാൻ ചെറിയ ധൈര്യമില്ല. നമുക്ക് അങ്ങോട്ടങ്ങ് പോകാം ഗൈസ്. മണ്ണും കൽപ്പിച്ച് ക്രീപ്പറിൻ്റെ അടുത്തോടെ ഓടാൻ. കാരണം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ വിട്ടിട്ട് വെച്ചാൽ ഭയങ്കര പണിയാണ്. അതിൻ്റെ അടിയിലോട്ട് പോയിട്ടുണ്ടല്ലോ. കാണാം. ഓ ജമ്മു ഇതാ വരുന്നു. കള്ള വാടാ 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 പനി ബാ ബാ. യേസ്, നമുക്ക് പേടിയൊന്നുമില്ല യേസ്. നമുക്ക് ക്രീപ്പറിനെ പേടിയൊന്നുമില്ല യേസ്. എന്തേ പോയാ അവിടെ നിൽക്കുവാണോ ബാടമനെ ബാടാ? ആ ബാ. ആ ആ യേസ്, പൊട്ടാനമ്മ കണ്ടോ? ആ അവൻ ചത്തു, നമ്മൾ ചത്തില്ല. നമുക്ക് ചെറിയ ലൈഫ് പോലും പോയിട്ടില്ല യേസ്. പിന്നല്ല നമ്മുടെ ഓരോ ബുദ്ധികൾ യേസ്. പിന്നല്ല. അപ്പം വേറെ പണിയൊന്നുമില്ല. എൻ്റെ പണി ഇതൊക്കെ വാരിയെടുത്തേക്കാം യേസ്. കുറുക്കൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വാരിയെടുത്തേക്കാം. പിന്നല്ല യേസ്. ഓക്കെ, അപ്പം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ യേസ്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ കല്ലുണ്ട് യേസ്. ഇതങ്ങ് വെട്ടിയെടുത്തേക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഞാൻ പറഞ്ഞില്ല യേസ്, നമ്മൾ അതന്നെ യേസ്. ഈ ചെറിയ പോലെ പ്രീക്കിരി സാധനം നമ്മളടിച്ച് ചത്തോ ഗൈസ്? ഈ ചെറിയ സാധനമാണ് ഈ നമ്മളെ കടിക്കാൻ വന്നത്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഗൈസ്, ഇവിടെയുള്ള ഈ ചെറിയ എട്ടുകാലി വരെ കഴിക്കാൻ നമ്മളെ വരും. ഗൈസ്, നിങ്ങൾ എട്ടുകാലിയിലും കണ്ടു കാണുമല്ലോ. അപ്പം നമ്മുടെ ലോക്കി ക്രാഫ്റ്റിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ, ചെറിയ എട്ടുകാലി വരെ ഉണ്ടാവും. അതുവരെ നമ്മളെ കടിച്ചെന്ന് വരും ഗൈസ്. കണ്ടോ, അത് ഞാൻ അതിനെ ഒന്നും കാണിച്ചിട്ടുമില്ല. അത് വെറുതെ ഒന്ന് കടിക്കും. അതാണ് അതിൻ്റെ ഒരു ഇത്. നമുക്കിവിടെ ഒരു ചെറിയ ഫാമും കാര്യങ്ങളൊക്കെ തുടങ്ങണം ഗൈസ്. അതായത് വീറ്റും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാൻ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ വേറെ എനിക്ക് സംശയമുണ്ട്. വേറെ എന്താ ഗൈസ്, നമുക്ക് ഫാം പണിയാൻ പറ്റുന്ന സംശയമുണ്ട്. കാരണം നമ്മുടെ വെള്ളമില്ലെങ്കിൽ ആ മണ്ണെന്തോ ഉണങ്ങിപ്പോകുന്ന പരിപാടി എന്തോ ഇല്ല ഗൈസ്. ഒന്ന് ടെസ്റ്റ് ചെയ്യണം ഗൈസ്. കുറച്ച് ഡേർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പോൾ ഗൈസ്, ഫാമിങ്ങിൻ്റെ കാര്യമൊക്കെ നോക്കി അത് വെള്ളമില്ലാതെ പറ്റത്തില്ല. കാരണം അത് പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫാമിംഗ് ഒക്കെ പിന്നെ ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് സ്റ്റോണും കാര്യങ്ങളൊക്കെ വേണം. എന്നാത്തിനാന്ന് വെച്ചാൽ ചിലപ്പോൾ എപ്പോഴും ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് സ്റ്റോൺ വെച്ച് കുറേ വെപ്പണും കാര്യങ്ങളൊക്കെ കാണാം. സ്റ്റോൺ ഷവൽ, സ്റ്റോണ് പിക്കാക്സ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാറുണ്ട്. പിന്നെ വേറെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ വേറെ നമ്മുടെ അവിടെ ഒരു നെതർ പോർട്ടൽ പോലത്തെ സാധനം, നെതറാണോ എന്താ അറിയാൻ പറ്റില്ല, കുറേ നെതറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല. ജസ്റ്റ് ആ വഴി ഇങ്ങനെ പോയപ്പോൾ കണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അതെന്നെ സംഭവം എന്ന് വെച്ചാൽ അവിടെ ഞാൻ ഇന്നലെ പോയായിരുന്നു. ഇരുട്ടായോ? ഇരുട്ടായി എൻ്റെ അമ്മൂ. അത് ആകെ ഒരു ടോർച്ചുള്ള പൊട്ടിച്ചു എൻ്റെ അമ്മൂ. കുറേ പ്രശ്നങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. കാണാൻ വേറെ കുറേ സ്കെൽറ്റനും സോംബീസൊക്കെ വന്ന് ഇങ്ങനെ രക്ഷപ്പെട്ട് വന്നതാണ് സുഹൃത്തുക്കളെ. നമുക്ക് സ്റ്റോണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. യെസ്. അപ്പോൾ നമുക്ക് വേണ്ട സ്റ്റോണൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ആയുധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ സ്റ്റോൺ വെച്ചിട്ട് നമ്മുടെ എന്താ പറയുക, സോഡും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ആക്കിയെടുക്കണം. അപ്പോൾ ആക്കിയെടുത്തിട്ട് കാണാം സുഹൃത്തുക്കൾ.
അപ്പോൾ ഗൈസ് നമ്മൾ രാവിലെ നേരിട്ടുണ്ട് എൻ്റെ മോനെ ഗൈസ്. അപ്പം ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഗൈസ് ഇന്ന് വേറെ പരിപാടി ഉണ്ട്. ഗൈസ് വേറെ ഒന്നുമല്ല, നമ്മൾ ഗൈസ് ആദ്യം തന്നെ നമ്മൾ അവിടെ കണ്ട ആ ഒരു റിവർ, ആ ഒരു പുഴയുടെ നടുക്ക് കണ്ട, ഇതിൻ്റെ അപ്പുറത്തൊരു കടലാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ കണ്ടൊരു സാധനമുണ്ട്, വേറെ ഒന്നുമല്ല, എന്താ പറയുക, നമ്മുടെ ആ നെതർ കുറേ ഉള്ളൊരു സ്ഥലമുണ്ട്. അപ്പം അവിടെ പോയിട്ട് എന്താ പറയുക, ഇത് മറ്റേ ക്രിസ്റ്റലാന്ന് വിചാരിക്കേണ്ട ഗൈസ്, നമുക്ക് കിട്ടത്തില്ല. കാരണം ഇത് വേറെന്തോ വെച്ചാണ് പൊട്ടിച്ചെടുക്കേണ്ടത്, അല്ലാതെ കിട്ടത്തില്ല, അതാണ് പ്രശ്നം. അപ്പം നമുക്ക് അവിടെ പോയി നെതറും കാര്യങ്ങളൊക്കെ നോക്കണം. അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും ഗൈസ്, അതായത് അവിടെ എന്തെങ്കിലും ഇരിപ്പുണ്ടാകും. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം പോയായിരുന്നു, അപ്പോൾ അവിടെ ഒരു പുലി ഉണ്ടായിരുന്നു. ആ പുലിനെ കൊന്നു. ആ പുലി അതിന് പ്രൊട്ടക്ഷൻ നിൽക്കുവാന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് അറിയാൻ പാടില്ല ഗൈസ്. ഇന്നൊന്ന് പോയി നോക്കാം. ഏതായാലും സോഡും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്, വേണമെന്നില്ല, പുലി എങ്ങാനും വന്നാൽ കൊല്ലാൻ പറ്റും, കൊല്ലല്ലോ. അപ്പോൾ അവിടെയാണെങ്കിൽ കുറച്ച് ലാഭയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്കൊന്ന് പോയി നോക്കാം. കാരണം അവിടെ മറ്റേ ചുവന്ന സ്റ്റോണല്ല, ആ ചുവന്ന സാധനം ഇരിപ്പുണ്ട്. അപ്പം നെതർ ഏതായാലും നമുക്ക് ഈ ടൂൾസ് ഒന്നും വെച്ചെടുക്കാൻ പറ്റില്ല, കാരണം കുറച്ച് പണിയാണ്. അപ്പം ഓക്കെ, അപ്പം അതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം കേട്ടോ. ഇത് ഇച്ചിരി സീനാണ്. കാരണം അവിടെ ആ കടുവ എവിടെയെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കണം. കാരണം ആ കടുവ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും, കടുവയിലെ പുലി. കാരണം അതെന്ന് വെച്ചാൽ അത് ഇച്ചിരി സീനാണ്. കാരണം നമ്മൾ കഴിഞ്ഞ എൻ്റെ പുലി ഓടി വരുവാണ് ഇങ്ങോട്ട്. ഇത് ഇങ്ങോട്ട് വരുവാണോ? ഇല്ല, ഈ സീനില്ലെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ഒരു സാധനം എന്തെങ്കിലും കൊത്തി എടുത്ത് നോക്കാം. അപ്പം വരുമോ നോക്കാം ഗൈസ്. ഓക്കെ, ഇതൊന്ന് കൊത്തിയെടുക്കാം. ഓക്കെ, സീനില്ല കേട്ടോ എൻ്റെ മോനെ. ഗൈസ് നമുക്കിവിടെ എല്ലാം കൊത്തി എടുത്തിട്ടൊന്ന് കാണാം. ഗൈസ് നമ്മളൊന്നും ചത്തിട്ടുണ്ടായിരുന്നേ, അന്നേരം ഇതെല്ലാം പൊട്ടിപ്പോയി. ഞാൻ ലാവയ്ക്കകത്ത് വീണതാണ്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ലാവയ്ക്കകത്ത് വീണ് പോയി ഗൈസ്. ലാവയ്ക്കകത്ത് വീണപ്പം തീ പിടിച്ച് എനിക്കറിയാമല്ലോ, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടായി. ഈ സാധനത്തിന് മണ്ടയ്ക്ക് കയറാൻ പറ്റില്ല. കയറിയാൽ നമ്മൾ പൊള്ളും എന്തോ ചെയ്യുന്നുണ്ട്, എന്തോ ലാവ വെച്ചിരുന്ന. പിന്നെ ചെസ്റ്റ് ഗൈസ് അടിപൊളി ചെസ്റ്റ്. എൻ്റെ പൊന്നോ ഗൈസ്, ഗോൾഡൻ സോഡും ഗോൾഡൻ ആക്സും, പിന്നെ എൻ്റെ പൊന്നു എല്ലാം വാരി എടുത്തു. അടിപൊളി ഗൈസ്, സത്യം പറയാം എൻ്റെ പൊന്നു ഗൈസ്. നമ്മൾ ഈ കളി കളിക്കാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ലൂട്ട് കിട്ടുന്നത്. എൻ്റെ പൊന്നെ, അതും ചെസ്റ്റ് ഇവിടെ കൊണ്ട് ചെസ്റ്റ് ആര് വെച്ചേക്കുന്നത്? അടിപൊളി. ഈ സൈഡിൽ ചെസ്റ്റും കാര്യം ഇരിപ്പുണ്ടായിരുന്നു. എൻ്റെ മോനെ കൊത്തിയെടുത്ത ഗൈസ്, അതൊരു നല്ല അടിപൊളി കാര്യമായിരുന്നു. കാരണം നമുക്ക് ചെസ്റ്റും കാര്യങ്ങളൊന്നും ഇതിനു മുമ്പ് ഇങ്ങനെ ഈ സ്ഥലത്ത് നമുക്ക് കിട്ടിയിട്ടില്ല, കാര്യം പറഞ്ഞാൽ. അടിപൊളി. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ കുറേ ലൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇനി മുമ്പ് ഇങ്ങനത്തെ കളി കളിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ്. അടിപൊളി. ചെസ്റ്റിനകത്ത് അതും ഗോൾഡൻ ഗൈസ്, ഗോൾഡൻ സോഡും കാര്യങ്ങളൊക്കെ അടിപൊളി എൻ്റെ മോനെ. അപ്പം അടിപൊളി ഗൈസ്. അപ്പം ഗൈസ് ഈ വീഡിയോ അധികം ലോങ്ങാക്കുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഗൈസ് ഏതായാലും നമുക്ക് അടിപൊളി ലൂട്ടും കാര്യം ഇങ്ങോട്ട് ഇച്ചിരി നേരത്തെ വരണ്ടായിരുന്നു തോന്നുന്നു ഗൈസ്. അമ്മാതിരി ലൂട്ടും കാര്യം ഇവിടുന്ന് ചെസ്റ്റും കാര്യങ്ങൾ ഈ സൈഡിൽ ഇരുന്നിട്ട് നമ്മൾ കണ്ടില്ല ഗൈസ്. കാരണം ഞാൻ അന്ന് വന്ന സമയത്ത് തന്നെ ആ കടുവയോ പുലിയോ എന്തോ സാധനം, കടുവയെന്ന് തോന്നുന്നു, അതിനെ കൊന്നോണ്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഈ ചെസ്റ്റ് കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല, കാരണം അന്നേരത്തേക്ക് രാത്രിയായി. പിന്നെ ഞാൻ ഇതിൻ്റെ കാര്യം മറന്നു. ഇപ്പോൾ ഇന്നാണ് ഞാൻ ഇവിടെ ഈ ചുവന്ന കട്ട എടുക്കാൻ വേണ്ടി വന്നതാണ് സത്യം പറഞ്ഞാൽ, ഈ മേഘം പോലത്തെ. എൻ്റെ പൊന്നോ, അത് നല്ല കാര്യമായി ഗൈസ്. അപ്പോൾ ഏതായാലും ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഗൈസ്, വേറെ ഒന്നുമല്ല. അപ്പോൾ കാണുന്ന എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവരുണ്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യുക, പിന്നെ സബ് ചെയ്യാത്തവരുണ്ട് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം. ഓക്കെ, ബൈ.